നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സനിയുടെ ബ്രദർ നിധി. ഡ്രാഗൺ, അശ്വന്ത് മാരിമുത്തു. ഓ മൈ കടവുളെ എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിയുടെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ ഫിലിമാണ് ഡ്രാഗൺ. AGS എന്റർടൈൻമെന്റ് ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. AGS ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സിനിമകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരുടേതായിട്ടുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള ഗോട്ട്, ലവ് ടുഡേ, ബിഗിൽ തുടങ്ങിയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിരുന്നു. ചിത്രം ആരംഭിക്കുന്നത് +2-ൽ 96% മാർക്കോടെ ഉന്നത വിജയം നേടിയ ഡി രാഘവൻ എന്ന പ്രദീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആൾക്ക് ആ സ്കൂളിൽ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറയുന്ന ഒരു സീനാണ് ആദ്യം തന്നെ വരുന്നത്. ഈ ഇഷ്ടം അയാൾ തുറന്നു പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി തിരിച്ച് റിപ്ലൈ ആയിട്ട് പറയുന്നത്, തന്നെ പോലെ ഇത്രയും പഠിപ്പിസ്റ്റായ നല്ലവനായ ഉണ്ണികളൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല, അവർക്ക് ബാഡ് ബോയ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടക്കലിപ്പായിട്ടുള്ള ആളുകളോടാണ് താല്പര്യം എന്ന് പറയുന്നു. അങ്ങനെ പ്രദീപ് രംഗനാഥന്റെ ക്യാരക്ടറിനോടുള്ള ഒരു ലവ് റിജക്ഷൻ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. കൗമാരക്കാരനായ ഡി രാഘവന് അത് വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാക്കുന്നത്. ആളപ്പോ കോളേജ് ലൈഫിലേക്ക് ഇനി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ നല്ലൊരു പഠിപ്പിസ്റ്റിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ നല്ലവനായ ഉണ്ണി എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ ഞങ്ങൾ മാറ്റി ഇനി ഞങ്ങളുടെ ഒരു കട്ടക്കലിപ്പൻ, ഒരു ബാഡ് ബോയ് ആയിട്ട് തന്നെ കോളേജിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അടുത്തതായിട്ട് ആൾ ഇറങ്ങുന്നത്. അവിടെ മുതൽ ഡി രാഘവൻ എന്നുള്ള പേര് അയാളൊന്ന് ഷോർട്ടാക്കി വെട്ടിച്ചുരുക്കി ഡ്രാഗൺ എന്ന പേരിലാണ് ഇനി അയാൾ കോളേജിലേക്ക് പോകുന്നത്. സിനിമ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഡ്രാഗന്റെ ലൈഫിൽ സംഭവിക്കുന്ന സംഭവബഹുലമായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ടാണ്. പ്രദീപ് രംഗനാഥന്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. നമ്മൾ ലവ് ടുഡേ സിനിമയിലൊക്കെ കണ്ടേക്കുന്ന പോലത്തെ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേക്ക് വാക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ചിത്രത്തിലെ 2 നായിക കഥാപാത്രങ്ങളായിരുന്നു. ഒന്ന് അനുപമ പരമേശ്വരൻ, ഒന്ന് കയാദു ലാഹൂർ. രണ്ടുപേർക്കും സ്ക്രിപ്റ്റിൽ നല്ലോണം സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷ്കിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പലിന്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോന്റെ ഒരു കമ്പനി വൈസ് പ്രസിഡന്റ് ക്യാരക്ടർ എല്ലാവർക്കും ഗംഭീരമായിരുന്നു. അതിനകത്ത് ഗൗതം മേനോനും പ്രദീപ് രംഗനാഥനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ സീനൊക്കെ തിയേറ്ററിൽ നല്ലോണം ചിരി പടർത്തിയിട്ടുള്ള ഒരു സീനുകളായിരുന്നു. ചിത്രത്തിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടേക്കുന്ന റിച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഈ സിനിമ കാണുമ്പോൾ തന്നെ അതിനകത്ത് ആ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം എൻഗേജിങ് ആവുന്ന അറിയില്ല. ലിയോൺ ജെയിംസിനും BGMs ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പല സ്ഥലത്തും BGMs ആ സീനിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോങ്സ് ഒക്കെ ജസ്റ്റ് ഓക്കെ ആയിരുന്നു. ജോർജ് മരിയാൻ ചെയ്ത ക്യാരക്ടർ, പുള്ളി കൈദി സിനിമയിലൊക്കെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള അഭിനയിച്ച പുള്ളി ചെയ്ത ക്യാരക്ടർ അടിപൊളിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കുറച്ച് ഇമോഷണൽ സീനുകളൊക്കെ പ്രേക്ഷകരായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു മികച്ച വേഷം തന്നെ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ചിത്രത്തിൽ കുറെ സർപ്രൈസ് ക്യാമിയോസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ അത്ര വലിയ താരങ്ങൾ അല്ലെങ്കിൽ പോലും ഈ ക്യാമിയോസ് അതാത് പ്ലേസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിനിമയിലൊരു വാവ് ഫാക്ടർ കിട്ടും. അത് ചിത്രത്തിൽ ഉടനീളം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് എന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ യൂത്തിന്റെ പൾസ് അറിഞ്ഞ് നല്ല ഒരു ഫാമിലി ഇമോഷനും കൂടി മിക്സ് ചെയ്ത് അവസാനം നല്ലൊരു മെസ്സേജോട് കൂടി തന്നെ അവസാനിക്കുന്ന ഒരു ഗംഭീര ചിത്രമാണ് ഡ്രാഗൺ. ഇത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും കണക്ട് ചെയ്യുന്ന, ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ +2 അതുപോലെ തന്നെ നമ്മുടെ 10th കാലയളവിൽ തന്നെ ഇതേപോലെ നല്ല മാർക്കുകളൊക്കെ മേടിച്ചിട്ടുള്ള പല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്നുമല്ല, മാസ് കാണിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഴപ്പുക കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫിൽ ഒരിക്കലും സക്സസ് ആവാത്ത രീതിയിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഇതേപോലെയുള്ള ഡ്രാഗൺ പോലുള്ള സിനിമകൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു പ്രേക്ഷകനും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ഡ്രാഗൺ.